സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളെ പേടിച്ചിരിക്കുന്നൊരു കാര്യമായിരുന്നു. രാഷ്ട്രീയക്കാർ തന്നെ നമ്മളെ പേടിപ്പിച്ചതാണ്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ എറണാകുളം നഗരമാകെ വെള്ളത്തിനടിയിലാകും, എല്ലാം നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചു. എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അതൊക്കെ കഴിഞ്ഞു, അവരങ്ങ് വിട്ടു. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നമ്മുടെ എറണാകുളത്ത് തമ്മനത്ത് ഒരു വാട്ടർ ടാങ്ക് ഏകദേശം 1.5 കോടിയിൽ ഇച്ചിരി താഴെയാണ് ലിറ്റർ സംഭരിക്കാൻ ശേഷിയുള്ള ഒരു വാട്ടർ ടാങ്ക് അവിടെ പൊളിഞ്ഞു. വെളുപ്പാങ്കാലത്ത് പൊളിഞ്ഞു. അവിടുത്തെ അയൽവക്കത്തുള്ള വീടുകളിൽ വെള്ളം കയറിയ വിവരമൊക്കെ നിങ്ങളറിഞ്ഞു കാണും, ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഈ മുല്ലപ്പെരിയാറിനെ പറ്റിയൊക്കെ വിലപിക്കുന്നവർ ഇതിനെപ്പറ്റി എന്താ പറഞ്ഞാൽ, ഇത് 40 വർഷം മുമ്പെങ്ങാണ്ട് പണിതതെന്നൊക്കെയാണ് പറഞ്ഞ്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതൊക്കെ കടമ ഈ ഭരണാധികാരികൾ, ഏത് ഭരണാധികാരി, UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇതൊക്കെ ചെയ്യണ്ടേ? അവരൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ടിപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വെള്ളം കയറി അതിലൊക്കത്ത് അതൊക്കെ എളുപ്പം ക്ലീനൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ ഇനിയും അവിടെ കുടിവെള്ളം എത്തിക്കേണ്ട രീതി എങ്ങനെ ആയിരിക്കും? ഇത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി എങ്ങനെ അവിടെ കുടിവെള്ളം കിട്ടും? ഇതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളാണ്. ഇതൊന്നും എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു പ്ലാനിങ് ഇല്ലാതാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. ഫ്യൂച്ചറിലൊക്കെ തൽക്കാലം എങ്ങനത്തെയെങ്കിലും വന്നു തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. 1.5 ലക്ഷത്തിൻ്റെ ഉണ്ടാക്കി, അത് ആയുസ്വര്യം നിൽക്കുമെന്നാണ് ഇവരുടെ ഒരു കണക്ക്. അത് കണക്കത്തി ഇപ്പം ഇനിയും വന്നിട്ട് മന്ത്രി കളക്ടറോട് പറഞ്ഞിട്ടുണ്ട്. മറ്റേ രാജീവ് വന്നിട്ടുണ്ട്. എന്തോ മന്ത്രി ജലവിഭവ വാട്ടറിൻ്റെ മന്ത്രി നമ്മുടെ കേരള കോൺഗ്രസ് റോഷി അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് കളക്ടറോട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി രാജീവ് വരുന്നുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് വേണം ഇത് നേരത്തെ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യാനല്ലയോ നമ്മൾ ഈ മന്ത്രിമാരെയും ഈ ഒരു സർക്കാരും ഒക്കെ വേണ്ടത്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഇനിയിപ്പം ബുദ്ധിമുട്ടുകളിങ്ങനെ ഇനി കുടിവെള്ളം കിട്ടുന്ന കാര്യമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെ വന്നതൊക്കെ ഒഴുകിപ്പോയി ചിലപ്പോൾ വൃത്തിയാക്കിയൊക്കെ കാണും. ഇനി കുടിവെള്ളം എങ്ങനെ അവർക്ക് കിട്ടും? ഇതൊക്കെയാണ് ഏറ്റവും അടുത്ത അവർ ചിന്തിക്കേണ്ടതും കൊടുക്കേണ്ടതും. ഇനിയിപ്പം എന്താ പറയുന്നത്, ഇലക്ഷനും പ്രഖ്യാപിച്ചു. ഇനിയിപ്പം എന്തൊക്കെ നടക്കുമെന്ന് ആർക്കറിയാം. ഏതായാലും ഈ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധ പുലർത്തണം. ആൾക്കാർക്ക് കുടിവെള്ളമെങ്കിലും എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.